ഇവിടെ കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കാനായി എല്ലാ പാർട്ടികളും നേതാക്കൾ തമ്മിലടിയാണ്. പക്ഷെ സുരേഷ് ഗോപിക്ക് MP സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഒരു അധിക ചുമതലയായി തോന്നുന്നു. സിനിമയിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹം. ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തും, ഞാൻ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കും. ഇനി ജനങ്ങൾ എന്താണ് ഇതിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്? അല്ല, ഇതൊരു പക്വതയാർന്ന ഒരു വർത്തമാനമല്ലേ. ഇതൊരുമാതിരി സിനിമാക്കാരൻ്റെ രീതിയിലുള്ള വാചകോടിയാണ്. എനിക്ക് പകരം സദാനന്ദൻ മാസ്റ്ററെ മന്ത്രിയാക്കിക്കോട്ടെ എന്ന് അങ്ങനെയാണോ BJP തീർച്ചപ്പെടുത്തുന്നത്? ഞാനിങ്ങനെ ഇറങ്ങുക, എന്നാൽ എനിക്ക് പകരം എന്താ ഒരാളെ ഉണ്ട്. ഇതാണോ പാർട്ടിയുടെ കാര്യം എന്ന് പറയുന്നത്? ഇന്ത്യ ഭരിക്കുന്ന ഒരു വലിയ പാർട്ടിയോടാണോ ഈ സുരേഷ് ഗോപിയുടെ? ഇതൊരു തരം ഈ ഒരല്പത്തെ വർത്തമാനമാണിത്. ഇതൊരിക്കലും അങ്ങോട്ട് യോജിച്ചു പോകാൻ കഴിയുന്നതല്ല. ഇത് കുഴപ്പമുണ്ടാക്കുകയാണ് കേട്ടോ ഈ പ്രസ്താവന. ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ഇത് BJP പലതവണ വിലക്കിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. സിനിമ അഭിനയിക്കുന്നതാണ് എനിക്ക് ആഗ്രഹം, രാജിവെച്ച് പുറത്തു പോകാൻ ആഗ്രഹമുണ്ട്, അമിത്ഷായും നരേന്ദ്രമോദി എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതെന്നല്ല. ഇതിൻ്റെ ഒരു അഹങ്കാരം എന്താണെന്നറിയാം. ആദ്യമേ തൃശ്ശൂർ മത്സരിക്കുമ്പോൾ സ്വയം പ്രഖ്യാപിച്ചു. അതെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് ഉറപ്പ് കിട്ടി അമിത്ഷാ നരേന്ദ്രമോദി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയതാണല്ലോ. അന്ന് മുതലേ അഹങ്കാരമാണ്. പക്ഷേ ഒരു കാര്യം പറയാം, മണ്ഡലത്തിൽ വളരെ സജീവമായിരുന്നു, ഇപ്പോഴും സജീവമായിരിക്കുന്നു. ഈ പ്രസ്താവന വലിയ അപകടം ഉണ്ടാക്കുകയാണ്. കാരണം കേരളത്തിൽ നിന്ന് കിട്ടിയ ഒരു MP സ്ഥാനമാണ്. ഇത് ആഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 6 ഇടങ്ങളിലാണ് സുരേഷ് ഗോപി മുമ്പിൽ നിൽക്കുന്നത്. ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ് 2ാം സ്ഥാനത്തേക്ക് പോയത്. ഈ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു 3 എണ്ണമെങ്കിലും നിയമസഭയിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയും. ആ അവസരത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവന ജനങ്ങളിൽ ഈ ജയിപ്പിച്ച് വിട്ടവരിൽ ഒരു നിരാശ ഉണ്ടാക്കുകയാണ്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, തൃശ്ശൂർ കോർപ്പറേഷൻ ഏതാണ്ട് അടുക്കലേക്ക് എത്തിയിരിക്കുകയാണ്. അതും തട്ടിക്കളയുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പം സദാനന്ദൻ മാസ്റ്ററുടെ MP ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് ഇത്രയും പറയാം, ഇതിനി ഒരു മന്ത്രി ഓഫീസായി മാറട്ടെ എന്ന് പറയാം. എനിക്ക് പകരം സദാനന്ദൻ മാസ്റ്ററെ ആക്കി, എന്തോ ഇദ്ദേഹം പറയുന്ന ഉടനെ അമിത്ഷാ എന്നാ ഗോപി അങ്ങ് മാറി നിന്നു, സദാനന്ദൻ വന്നു ഇരുന്നു, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇതൊരു കേഡർ പാർട്ടിയല്ലേ? ഇതൊരുമാതിരി ഇല്ല കമ്മീഷണർ സിനിമയിലേക്ക് കടന്ന് വാചകടിക്കുന്ന പോലുള്ള വാചകടി കസർത്താണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് സിനിമയിൽ നിന്ന് വന്നിട്ടുള്ള അല്ല. തൃശ്ശൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നതാലോ. നരേന്ദ്രമോദി അമിത്ഷായും എന്ന് അവിടെ പ്രസംഗിക്കുകയാണ്, നിങ്ങൾ വിജയിപ്പിച്ചു വിട്ടാൽ ഇവിടെ നിന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടാകുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് വോട്ട് നൽകുന്നത്. അതെ. അപ്പോൾ ഇദ്ദേഹം മാറുകയാണെങ്കിൽ ആ ഉറപ്പും മാറുകയാണ്. തീർച്ചയായിട്ടും മാറും. ഇദ്ദേഹം ഉടനെ മന്ത്രിസ്ഥാനം തരാം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, എനിക്ക് സിനിമയിൽ പോകണം, ആഴ്ചയിൽ 4 ദിവസം എത്ര ദിവസം എനിക്ക് സിനിമയിൽ പോകണം, ബാക്കിയുള്ള സമയം പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാമെന്നുള്ള അമിത്ഷായൊക്കെ പിടിച്ചു വരട്ടി 4 ദിവസം ഡൽഹിയിൽ ഉണ്ടായിരിക്കണം, ബാക്കി ദിവസങ്ങളിൽ തലസ്ഥാനത്ത് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അനക്കമില്ലല്ലോ. സിനിമ ഇപ്പോൾ അതിനു മുമ്പ് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും കരാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കാം, അതിനുള്ള സാവകാശവും കൂടി. ഇദ്ദേഹത്തിന്റെ 2 മക്കളും നിലവിൽ സിനിമയിലുണ്ട്. ഇത് ജീവിക്കാൻ പറ്റുന്നില്ലായിരിക്കും. കാരണം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് കുളിക്കുന്നത് മിനറൽ വാട്ടറിലായിരുന്നു, അറിയാം. ചിലപ്പോൾ ഇപ്പോഴും അതിന് കുറവില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പൈസ തികയാതെ വരും. ഇപ്പോഴും മിനറൽ വാട്ടറിലായിരിക്കും കുളിക്കുന്നത്. എന്ന് വിചാരിച്ച് ലോകത്തെ ഏറ്റവും വലിയൊരു പാർട്ടി, ഒരു കേഡർ സ്വഭാവം ഉള്ള ഒരു പാർട്ടിയുടെ ഇങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരാൾ പറയുകയാണ്, എനിക്ക് വരെ സദാനന്ദനെ ആക്കിക്കോളൂ. ഇതെന്താ ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനാണ്, ഞാൻ ഈ പീരീഡ് ക്ലാസ് ഇല്ല, ഈ സാറ് വന്ന് പഠിപ്പിച്ചോളൂ. അതുമാതിരിയാണ്. ഒരു ട്യൂട്ടോറിയൽ കോളേജാണ്. ഒരു സാമാന്യ ബോധം വേണ്ട ഇദ്ദേഹത്തിന്. ഇത് ഇവിടുത്തെ തൃശ്ശൂരിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു വഞ്ചനാപരമായിട്ടുള്ള കാര്യമാണ്. ചുമ്മാ അതല്ല. പ്രതിഭാഹരി CPM-ലെ കായംകുളം MLA കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ സിനിമാക്കാരെ രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കുന്നത് നല്ലത്. കാരണം അവർക്ക് ജനങ്ങളുടെ മനസ്സ്, അവരുടെ പൾസ് അറിയത്തില്ല. ഒരു മണ്ഡലത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും ഓടിയെത്തുന്നത് MP-യോ MLA ഒക്കെയാണ്. MP-ക്ക് ചിലപ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓടിയെത്താൻ പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് MP-യുടെ ഒരു ഓഫീസ് ഉണ്ടാകുന്നതും ആ ഓഫീസ് അവിടെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ തരൂരിനൊക്കെ ഇവിടെ ഒരു ഓഫീസുണ്ട്. കാര്യങ്ങളെല്ലാം കണക്ക്, അത് വേറെ കാര്യം. ഈ തരൂരിനെ പോലുള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ,
രാഷ്ട്രീയത്തിൽ പറ്റിയതല്ല. അവരെയൊക്കെ വേറെ നയതന്ത്ര സ്ഥാനങ്ങളിൽ ഇരുത്തണം, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതിയോ ഒക്കെ ആയിക്കൊള്ളട്ടെ. അല്ലാതെ പിന്നെ ഇപ്പൊ നോക്കി കൊല്ലത്ത് നമ്മളൊരാളെ കാണുന്നില്ലേ, മുകേഷ് എന്ന് പറയുന്ന ഒരാള്. എന്തിനുള്ള അവര് കൊല്ലത്തുകാർ നോക്കിയിരിക്കുകയാണ്. എൻ്റെ 2026 എത്തിയാൽ മതി, എങ്ങനെങ്കിലും ഇതൊന്ന് തിരിച്ചു കുത്തണം, അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയാണെന്നേ. അപ്പൊ അത്തരത്തില് ഒന്നായി തീർന്നിരിക്കുകയല്ലേ. 2 തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇത്തരത്തിലെ ഈ ഒരു തരം വഴവഴ വർത്തമാനം പറയുന്നത് ശരിയല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടിട്ട് ഇത് കേന്ദ്രത്തെ ധരിപ്പിക്കണം. കേരളത്തിൽ വന്ന് ഇത്തരത്തിലുള്ള ഈ പ്രസ്താവന നടത്തുന്നത് BJPയുടെ പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കും. അത് തൃശ്ശൂരിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കാണിച്ച നാടകങ്ങളൊക്കെ ഇപ്പൊ എന്തായിരുന്നു? അപ്പൊ BJPയിലോട്ട് ഒന്നാമത് ഈ ക്രൈസ്തവ മുഖവും ഒക്കെ ചേർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒരു 5 സീറ്റെങ്കിലും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കും എന്നൊരു കണക്കുകൂട്ടലുണ്ട്. ഈ പോക്ക് പോയാൽ എങ്ങനെയാണ്? ചുമ്മാ അതല്ല, കേരളത്തിൽ BJP ഗുണം പിടിക്കാതെ പോകുന്നതിന്റെ കാര്യം ഇതാണ്. പണ്ട് കാലത്ത് വോട്ട് കച്ചവടം, അത് കഴിഞ്ഞ് പിന്നെ വേറെ ചില ഒത്താശ പരിപാടികളും ഒക്കെ. പിന്നെ ഇതേപോലുള്ള രീതിയിലായി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇട്ടെറിഞ്ഞിട്ട് പോവുക. ഈ അവസാനം കൊണ്ടുവന്നിട്ട് കുടവടയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് നോക്കിക്കോ. ഇതില്ല, ഇദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് ആകെ 1 വർഷം ആകുന്നതേ ഉള്ളൂ. 1 വർഷം തന്നെ ഇത്രയും തലവേദന. എനിക്ക് പിന്നെ ഇത് വേണ്ട, ഈ വകുപ്പ് വേണ്ട എന്നൊന്നും പറയാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചു നോക്കെ. ഇതിനു മുമ്പ് കോൺഗ്രസ് നേതാക്കളായിരുന്നെങ്കിൽ 2 വകുപ്പ് കൂടെ തരൂ. അതെ. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, സദാനന്ദൻ മാസ്റ്റർ പിന്നെ രാജ്യസഭയിലേക്ക് എടുത്ത സുരേഷ് ഗോപി പറഞ്ഞിട്ടാണോ എടുത്തത്? എനിക്ക് ഒരു സദാനന്ദൻ മാസ്റ്റർ, ചിലപ്പോൾ സുരേഷ് ഗോപി നിലനിൽക്കെ തന്നെ ചിലപ്പോൾ സദാനന്ദൻ മാസ്റ്റർ കേന്ദ്രമന്ത്രിയാക്കിയെന്ന് പറയും. ജോർജ് കുര്യൻ ഉണ്ടല്ലോ അവിടെ, അതെ, ഇദ്ദേഹം പറഞ്ഞിട്ടാണോ? ഇത് നോക്കണേ, ജോർജ് കുര്യനൊക്കെ പക്വതയിൽ നിൽക്കുന്ന പാർട്ടി. ഇത് സുരേഷ് ഗോപി പിന്നെ അങ്ങോട്ട് സിനിമയിൽ തെക്കുവടക്കൊക്കെ നടക്കുന്ന കാലത്ത് ജോർജ് കുര്യൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണെന്നുള്ളതാണ്. ഇപ്പൊ നോക്കി ഗണേഷ് കുമാർ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് അതൊരു മാതൃകയാക്കേണ്ടതാണ്. എന്താ പിന്നെ സിനിമയിൽ നിന്നാണ്. പിന്നെ അദ്ദേഹത്തിന് പിന്നെ സിനിമയില്ലെങ്കിലും രാഷ്ട്രീയം ഇല്ലെങ്കിലും ഇരുന്നോ കിടന്നോ ഉണ്ണാനുള്ളത് അദ്ദേഹത്തിൻ്റെ പൈതൃകമായിട്ട് ലഭിച്ചിട്ടുള്ള കാര്യമാണ്. തലമുറകൾ ഇരുന്നുണ്ണാനുള്ള വക ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ എന്നാലും നോക്കിയോ, വേണമെന്നുണ്ടെങ്കിൽ ആ സ്വത്തും കാര്യങ്ങളും ഒക്കെ നിലനിർത്തി ജീവിച്ചുകൊണ്ട് സിനിമയിൽ ഒരു പാഷനായിട്ടങ്ങ് പോകാമായിരുന്നല്ലോ. സിനിമ ഇപ്പം അധികമൊന്നല്ല ചെയ്യുന്നില്ലല്ലോ. ഇടയ്ക്കെങ്ങാണ്ടോ മാത്രം മന്ത്രിയാകുന്നതിന് മുമ്പ്. പക്ഷെ അദ്ദേഹം മന്ത്രി പദവിയിൽ എത്ര ഭംഗിയായിട്ടാണ് ജോലി ചെയ്യുന്നത്. പിന്നീട് മന്ത്രി അല്ലാതിരുന്ന സമയത്ത് MLA ആയിരിക്കുമ്പോൾ മുഴുവൻ സമയം, നിയമസഭ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ പത്തനാപുരം മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വേണ്ടത്. സുരേഷ് ഗോപി ഈ തരത്തിൽ പറയരുത്. അല്ലെങ്കിൽ എനിക്ക് മണ്ഡലത്തിൽ കാര്യങ്ങൾ കൂടുതൽ നോക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിസ്ഥാനം എനിക്ക് ഒഴിഞ്ഞു തന്നാൽ ഞാൻ മാറിത്തരാം എന്നാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് പകരം വേറൊരാളെ എടുത്തു. ഇത് ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറയുന്ന കോൺഗ്രസിൽ പോലും ഇങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളതാണ്. CPM-ലാണ് പറ്റൂ. ഇവിടുന്ന് എത്ര പ്രയാസപ്പെട്ടാണ് ഈ സുരേഷ് ഗോപിക്ക് പാർട്ടി ജയം ഉണ്ടാക്കി കൊടുത്തത്. സ്ഥാനാർത്ഥിത്വം കേന്ദ്രത്തിൽ നിന്ന് ഇറക്കിയതാണെങ്കിലും അല്ല, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലാണല്ലേ, ഞാൻ ജയിച്ചു, ഞാൻ മാത്രമാണ് ജയിച്ചത്, അവിടെ പ്രവർത്തകർ എനിക്ക് വേണ്ടി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നൊരു ചിന്താഗതി ഇദ്ദേഹത്തിന് ഉണ്ടോ? എന്തോ സിനിമാ പരിവേഷം കൊണ്ട് അങ്ങ് കയറി വന്നതാണ് എന്നൊക്കെയാണ്. പക്ഷെ സിനിമാ പരിവേഷം കൊണ്ട് കുറെ വോട്ട് കിട്ടിയിട്ടുണ്ട്, സമ്മതിക്കാം. പക്ഷെ പാർട്ടി ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് ഓർക്കണം. അമിത്ഷാ എത്ര വട്ടം തൃശ്ശൂർ വന്നു, നരേന്ദ്രമോദി വന്നിട്ടില്ലേ? എന്തിനു വേണ്ടി? അത്രത്തോളം ആത്മാർത്ഥത കേന്ദ്രത്തിൽ നിന്നുണ്ടായപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ ഒരു കാൽഭാഗം ഇങ്ങനെയുള്ളവരെ യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? എടുത്തു കളയണം. MP സ്ഥാനവും വേണ്ട, രാജിവെച്ചിട്ട് പോകാൻ പറയണം. അതാണ് വേണ്ടത്. ഇതൊരുമാതിരി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന അടിച്ചിറക്കുകയാണ്. ഈ സിനിമാക്കാരുടെ സ്വഭാവമാണെന്നേ. മറ്റേ കമ്മീഷണർ സിനിമയിൽ അട്ടഹാസം നടത്തത്തില്ലേ? അപ്പൊ ഇതും അട്ടഹാസം നടത്തി കഴിഞ്ഞ് പത്രങ്ങളിലൊക്കെ ബോക്സിൽ വാർത്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.